ഹായ് മക്കളെ, വെൽക്കം ടു ക്രാക്ക് ഇറ്റ് വിത്ത് NCERT. നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ആൾഡിഹൈഡ്സ്, കീറ്റോൺസ് ആൻഡ് കാർബോക്സിലിക് ആസിഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ NCERT എക്സസൈസിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ആ ചോദ്യത്തെ MCQ ആക്കി മാറ്റിയിട്ട് അതിലെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്സും അതുപോലെ തന്നെ എങ്ങനെയാണ് അത് സോൾവ് ചെയ്യണം എന്നുള്ള കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് സിമിലർ ആയിട്ടുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് തരികയും ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മുടെ ചോദ്യം. An organic compound A, molecular formula C8H16O2, was hydrolyzed with dilute sulfuric acid to give a carboxylic acid B and an alcohol C. Oxidation of C with a chromic acid produced B. C on dehydration gives but1ene. Identify the compound A എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ചോദ്യം ആൻസർ ചെയ്യണമെങ്കിൽ NCERTയിലെ ഏതൊക്കെ കൺസെപ്റ്റ്സ് ആണ് നമുക്ക് അറിയേണ്ടത്, അത് ആദ്യം ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ചോദ്യം എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയാം. ഏറ്റവും ആദ്യം നിങ്ങൾ അറിയേണ്ട കൺസെപ്റ്റ്സ് ഇതാണ്. അതായത് കാർബോക്സിലിക് ആസിഡുകളെ എസ്റ്ററുകളിൽ നിന്ന് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക. നമുക്കറിയാം, ഒരു എസ്റ്ററിനെ നമ്മൾ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴാണ് അത് കാർബോക്സിലിക് ആസിഡായിട്ടും ആൽക്കഹോളായിട്ടും കൺവേർട്ട് ചെയ്യുക. സോ ഈ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് അറിയണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, നമുക്കറിയാം ആൽക്കഹോളുകളെ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ, അല്ലേ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിൻ്റെയോ കോൺസെൻട്രേറ്റഡ് ഫോസ്ഫോറിക് ആസിഡിൻ്റെയോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാറ്റലിസ്റ്റിൻ്റെയോ, അല്ലെ, എൻഹൈഡ്രസ് സിങ്ക് ക്ലോറൈഡോ അതല്ലെങ്കിൽ അലൂമിന പോലെയുള്ള കാറ്റലിസ്റ്റുകളുടെ പ്രസൻസിൽ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ ആൽക്കഹോളുകൾ ആൽക്കീനുകളായി മാറും എന്ന കാര്യവും നിങ്ങൾക്കറിയണം. മറ്റൊരു കൺസെപ്റ്റ് നിങ്ങൾ അറിയേണ്ടത്, പ്രൈമറി ആൽക്കഹോളുകളെയും ആൽഡിഹൈഡുകളെയും കാർബോക്സിലിക് ആസിഡായി ഓക്സിഡൈസ് ചെയ്യാൻ നമ്മൾ ജോൺസ് റിയേജന്റ് എടുക്കും എന്നുള്ള കാര്യമാണ്. അല്ലെ, എന്താണ് ജോൺസ് റിയേജന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CrO3 ആൻഡ് H2SO4, അല്ലെ, ഇവർ രണ്ടുപേരും ചേർന്ന മിക്സ്ചറിനെയാണ് നമ്മൾ ജോൺസ് റിയേജന്റ് എന്ന് പറയുക. പ്രൈമറി ആൽക്കഹോളിനെ കാർബോക്സിലിക് ആസിഡായി ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണത്. സോ അവിടെ ആ മിക്സ്ചറിൽ ആക്ച്വലി ക്രോമിക് ആസിഡ് ആണ് ഫോം ചെയ്യുക എന്ന് നമുക്കറിയാം. H2CrO4 ആണ് ഫോം ചെയ്യുക എന്നുള്ള കാര്യവും നിങ്ങൾക്കറിയാം. ഓക്കെ, ഇത്രയും അറിയാമെങ്കിൽ ഈ ചോദ്യം നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. അപ്പോൾ NCERTയിലെ ചോദ്യം, NCERT കൺസെപ്റ്റ്സ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നു. എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഒരു തവണ കൂടി ചോദ്യം ഒന്ന് നോക്കാം. ഓക്കെ, an organic compound A, molecular formula C8H16O2, was hydrolyzed with dilute sulfuric acid to give a carboxylic acid B and an alcohol C. Oxidation of C with chromic acid produces B and C on dehydration gives but1ene. നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക നോക്കാം. ശ്രദ്ധിക്കാം മക്കളെ, A എന്ന് പറയുന്ന നിങ്ങളുടെ സ്റ്റാർട്ടിംഗ് മെറ്റീരിയലിനെ ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ, അല്ലെ, ആസിഡ് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ അവൻ B ആയിട്ടും അവൻ C ആയിട്ടും മാറുന്നു. ഇനി എന്താ പറയുന്നേ, സീനെ നിങ്ങൾ ക്രോമിക് ആസിഡ് ഉപയോഗിച്ച് ഓക്സിഡൈസ് ചെയ്താൽ അവൻ തിരിച്ച് B ആയിട്ട് മാറും. ഇതേ സീനെ നിങ്ങൾ ഡീഹൈഡ്രേറ്റ് ചെയ്താൽ, അതായത് ഇപ്പൊ നമ്മൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ആസിഡോ ഫോസ്ഫോറിക് ആസിഡോ പോലെയുള്ള ഒരു ആസിഡിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് ഡീഹൈഡ്രേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക, but1ene ആണ് കിട്ടുക. but1ene ആണ് കിട്ടുക. ആക്ച്വലി ഇതാണ്, ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത്. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, ഈ but1ene നിന്ന് സിയിലേക്ക് പോകുക. ആരെ ഡീഹൈഡ്രേറ്റ് ചെയ്താലാണ് but1ene കിട്ടുക? രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. ഏതൊക്കെയാ? ഒന്ന് ബ്യൂട്ടൈൻ 1-ol, രണ്ട് ബ്യൂട്ടൈൻ 2-ol. അപ്പൊ C ഒരു ആൽക്കഹോൾ ആണെന്നുള്ള കാര്യം കൺഫേം ആയി, B ഒരു കാർബോക്സിലിക് ആസിഡ് ആണെന്നുള്ള കാര്യം മനസ്സിലായി. C ഒന്നെങ്കിൽ ബ്യൂട്ടൈൻ 1-ol ആവാം അല്ലെങ്കിൽ ബ്യൂട്ടൈൻ 2-ol ആവാം. ബ്യൂട്ടൈൻ 2-ol ആണെങ്കിൽ എന്താ പ്രശ്നം, ജസ്റ്റ് നമുക്ക് നോക്കാം. അല്ലെ മക്കൾ നോക്കൂ, CH3 CH2 CHOH CH3 ആണ് C എങ്കിൽ ഇവനെ ഓക്സിഡൈസ് ചെയ്താൽ നമുക്ക് കാർബോക്സിലിക് ആസിഡ് കിട്ടില്ല. കിട്ടും, പക്ഷെ ഇത്ര തന്നെ കാർബണാറ്റമുള്ള കാർബോക്സിലിക് ആസിഡ് കിട്ടില്ല. കറക്റ്റ് ആണേ? ആ, അപ്പൊ അതുകൊണ്ട് തന്നെ C ഒരിക്കലും ബ്യൂട്ടൈൻ 2-ol ആയിരിക്കില്ല. C എന്തായാലും ആരായിരിക്കും? 4 കാർബണാറ്റമുള്ള ആൽക്കഹോൾ ആണ്, അതും ബ്യൂട്ടൈൻ 1-ol ആയിരിക്കും. അപ്പോൾ മക്കളെ, C എന്ന് പറയുന്നത് ബ്യൂട്ടൈൻ 1-ol ആണെങ്കിൽ ടോട്ടൽ 8 കാർബണാറ്റം അല്ലേ നിങ്ങളുടെ എയിലുള്ളത്? കാരണം C8H16O2 ആണല്ലോ മൊളിക്കുലാർ ഫോർമുല. 8 കാർബണിൽ പകുതി ആൽക്കഹോളിൽ ഉണ്ടെങ്കിൽ ബാക്കി പകുതി ആരിലായിരിക്കും? കാർബോക്സിലിക് ആസിഡിലായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾ ഈ കാണുന്ന ബ്യൂട്ടനോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ അവന്റെ കറസ്പോണ്ടിങ് കാർബോക്സിലിക് ആസിഡ് ആയിട്ടല്ലേ മാറേണ്ടത്. അപ്പൊ B ആരാ? B എന്ന് പറയുന്നത് ബ്യൂട്ടനോയിക് ആസിഡ് ആണ്. അപ്പൊ മക്കളെ, ആക്ച്വലി സംഭവിക്കുന്നത് ബ്യൂട്ടനോയിക് ആസിഡും ബ്യൂട്ടനോളും ചേർന്ന് വരുന്ന എസ്റ്റർ ആണ് നിങ്ങളുടെ A എന്ന് പറയുന്ന കോമ്പൗണ്ട്. അപ്പൊ ബ്യൂട്ടനോയിക് ആസിഡും ബ്യൂട്ടനോളും ചേർന്ന് വന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന എസ്റ്റർ ആരായിരിക്കും?
CH3 CH2 CH2 COO CH2 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 CH3. അതായത് ഈ എസ്റ്ററിൻ്റെ സ്ട്രക്ചർ അല്ല, പേരാണ് നമുക്ക് വേണ്ടത്. ദിസ് ഇസ് ബ്യൂട്ടൈൽ അല്ലേ, ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആണ്. സോ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ ബ്യൂട്ടൈൽ ബ്യൂട്ടനോയേറ്റ് എന്ന് പറയുന്ന എസ്റ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. ആൻഡ് therefore the right answer is option 4. സോ മക്കളെ, ചോദ്യം ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതിന് സിമിലർ ആയ ഒരു ചോദ്യം നിങ്ങൾക്ക് ഹോം അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. ശ്രദ്ധിച്ച് നോക്കണം, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് നോക്കിയിട്ട് മാത്രമേ ആൻസറിലേക്ക് പോകാവുള്ളൂ. ഇത്രയും നേരം നമ്മൾ പറഞ്ഞ അതേ കൺസെപ്റ്റ്സ് തന്നെയാണ് ചെയ്തു നോക്കുക. ആൻസർ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക.